ഹലോ ഗൈസ്, ഇന്നിപ്പോൾ സമയം ഏകദേശം 9 മണിയായിരിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് ഉറക്കം എണീറ്റത്. ഇന്നലെ രാത്രി ഒരു 8 മണിയായപ്പോൾ കിടന്നതാ. ഇപ്പം രാവിലെ 9 മണിക്കാണ് ഞാൻ എണീക്കുന്നത്. പനി നല്ല മൂർധന്യത്തിൽ നിൽക്കുക. അയ്യോ, ഇനിയിപ്പോൾ രാവിലെ രാമായണ പാരായണം ഒന്നുമേ നടന്നില്ല. ഇനിയിപ്പോൾ എണീറ്റിട്ട് പറ്റുകയാണെങ്കിൽ രാമായണം വായിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ നല്ല പനി കൂടിക്കൂടി ഇന്നലെ രാത്രിയിലത്തേക്ക് മരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലത്തെ മരുന്നൊന്നും കഴിച്ചില്ല. ഞാൻ കണ്ടില്ലേ, ഈ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ഇന്നലെ കിടന്നത്. കാരണം നല്ല തണുപ്പ്. ഇവിടെ ഒന്നാമത്തെ കാര്യം നല്ല മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല തണുപ്പും. ഇത് ഇട്ടിട്ട് ഞാൻ എന്നിട്ട് ഒരു പുതപ്പൂടിട്ട് പുതച്ച് മൂടിയാണ് കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ അത്രത്തോളം തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അലർജിക്കുള്ള ഒരു ഗുളികയും കൂടെ ഡോക്ടർ തന്നായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും കാപ്പിയൊക്കെ കുടിച്ചിട്ട് മരുന്നും കഴിച്ചിട്ട് വീണ്ടും കയറി കിടക്കും. അതിനിടയ്ക്ക് ഞാൻ ഫോണൊക്കെ കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ അതിനിടയ്ക്ക് ഇപ്പോൾ രാവിലെ എണീറ്റ് ഓൺ ചെയ്തപ്പം നമ്മുടെ അലക്കിന് സാധനങ്ങളൊക്കെ അലക്കുക ആൾ ഇപ്പം എന്നെ വിളിച്ചിട്ട് തുണിയും കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട്, സത്യം പറഞ്ഞാൽ ദേഹം മൊത്തം നല്ല പെയിനാണ്, എണീക്കാൻ തന്നെ തോന്നുന്നില്ല. അപ്പോൾ അലക്കുകാരി ചേച്ചി അപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഇപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പുള്ളിക്കാരി വരുന്നുണ്ടെങ്കിൽ തുണിയെല്ലാം വാങ്ങിച്ച് വെച്ചതിന് ശേഷം വീണ്ടും കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. നന്നായിട്ട് ആവി പിടിക്കണം. പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. ഇഞ്ചിയും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ ചെറിയ ചൂടോടെ, ചെറു ചൂടല്ല, ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് വായി കൊള്ളാവുന്ന ചൂടോടെ തൊണ്ടയ്ക്ക് പിടിച്ച് വെച്ചിട്ട് അത് ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാം. ഇഡലിയും സാമ്പാറും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നിപ്പം രാവിലത്തെ ആഹാരം എന്ന് പറയുന്നത് ഇഡലി. കണ്ടില്ലേ, ബട്ടൺസ് പോലത്തെ ഇഡലിയാണ്. ഇതിലെ ഒരു 5 എണ്ണം കഴിക്കണം. ഇഡലിയും ചമ്മന്തിയുണ്ട്, സാമ്പാർ. ഇന്ന് രാവിലത്തെ ഫുഡിലാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് നോക്കാം. അങ്ങനെ ഇഡലിയൊക്കെ എടുത്ത് വെച്ചു. ഇത്തിരി ചമ്മന്തി, ആദ്യം ഒരു ഇഡലി കഴിച്ച് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയൂടെ കഴിക്കാം. ആഹാരം നന്നായിട്ട് കഴിക്കണമെന്നാണ് പറഞ്ഞത്. എങ്കിലും നോക്കട്ടെ. അയ്യോ, അയ്യോ, വായിക്ക് ഒരു രുചിയില്ല. ഇതെങ്ങനെ കഴിക്കുമെന്തോ. വല്ലാത്തൊരവസ്ഥയാണ്. കഴിക്കാൻ തോന്നുന്നില്ല. ഇപ്പം മരുന്ന് കഴിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് കഴിച്ചു നോക്കാം. ശകലമെങ്കിലും എങ്ങനെയെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അയ്യോ, ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ടേ. ശരിക്കും പറഞ്ഞാൽ എരി മാത്രം അറിയാൻ പറ്റും, വേറൊന്നും അറിയാൻ പറ്റുന്നില്ല. ഭയങ്കര കയ്പ്പ്. അയ്യോ, എങ്ങനെയൊക്കെയോ ഞാൻ ഒരു 4 ഇഡലി കുത്തിക്കയറ്റി. ഇനിയിപ്പോൾ എന്തായാലും മരുന്ന് കഴിക്കാൻ പോവാം. മരുന്ന് കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ അലക്കിൻ്റെ തുണി കണ്ടില്ലേ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അലക്കിൻ്റെ തുണിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത് അലക്കാനും കൊടുക്കണം. അതുപോലെ തന്നെ അലക്കിക്കൊണ്ട് വരുന്ന തുണി വാങ്ങിച്ചും വെക്കണം. ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ച ഒരു മെത്തയാണ്. ഇതാർക്കാണെന്നുള്ളത് പറയണം. കണ്ടോ, ഇത് ബെല്ലക്കുട്ടന് വാങ്ങിച്ചൊരു മെത്തയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ 350 രൂപ വിലയുള്ളൂ. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ. പക്ഷേ കിടുക്കാച്ച സാധനമാണ് കേട്ടോ, നല്ല സാധനമാണ്. കണ്ടില്ലേ, ഇത് വേറൊരു ബെഡ്ഷീറ്റാണ്. ഇത് മാറ്റി കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ഇങ്ങനെ ഇടാം. കണ്ടില്ലേ, ഇതൊരു മെത്തയാണ്, ബെല്ലക്കുട്ടന് വാങ്ങിച്ചാൽ. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ആശാൻ ഇതെല്ലാം കടിച്ച് കീറി കളഞ്ഞു. കടിച്ച് കീറി അതിൻ്റെ അടിവശമൊക്കെ ഒരു വഴിയാക്കി വെച്ചേക്കുക.
എങ്കിലും അവന് നല്ല ആശ്വാസമാണ് ഈ തണുപ്പത്തെ കയറി കിടന്ന് ഉറങ്ങാനൊക്കെ നല്ല ആശ്വാസമാണ്. ഇനിയിപ്പോൾ എന്തായാലും അലക്കുകാരി ചേച്ചിയും കൂടെ വന്നിട്ട് ഞാൻ കയറി കിടക്കുന്നുള്ളൂ. അലക്കിയെല്ലാം അലക്കിൻ്റെ എല്ലാ സാധനമെല്ലാം കൊടുത്തിട്ട് കയറി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാം. മരുന്നൊക്കെ കഴിച്ചു. രാവിലെ ഒരു 2 ഗുളികയും ഒരു സിറപ്പും അതൊക്കെ കഴിച്ചു. ഇനിയിപ്പം ആ ഇഞ്ചി ഇട്ട വെള്ളം ഞാൻ അതുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇഞ്ചി ഇട്ട വെള്ളമാണ്. ഇഞ്ചി ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ചെറിയ ചൂടോടെ ഇതും കുടിക്കും. ഇത് പക്ഷേ നല്ലൊരു ആശ്വാസം കിട്ടും. പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷിക്കാവുന്ന നല്ല ഒരു സാധനമായത്. നല്ല ആശ്വാസം കിട്ടും. തൊണ്ടയ്ക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ബെല്ലക്കുട്ടന് വാങ്ങിച്ച മെത്തയാണ്. ആശാൻ ഇപ്പോഴാണ് മെത്തയ്ക്കകത്ത് കയറി കിടക്കുന്നത് ചുണ്ടുകൂടി. കണ്ടില്ലേ, തണുപ്പായതുകൊണ്ട് അവന് നല്ല സേഫ്റ്റിയാണ്. മെത്തയ്ക്കകത്ത് സുഖമായിട്ട് ആശാൻ ചുണ്ടുകൂടി കിടന്ന് ഉറങ്ങുക. അയ്യടാ ചക്കരെ, അയ്യടാ ഉളുങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. ഉറക്കമാണെങ്കിലും എന്നെ ഇങ്ങനെ ഒരു കണ്ണിട്ട് ഇങ്ങനെ എറുകണ്ണിട്ട് നോക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത് സുഖമായില്ലേ? തണുപ്പ് സമയത്തൊക്കെ നല്ല ആശ്വാസം ആശാന്. ഇറങ്ങണ്ട, അവിടെ തന്നെ കിടന്നോ, എണീക്കണ്ട, അവിടെ തന്നെ കിടന്നോ. ആട്ടെ, എണീറ്റ് പോയി. ഞാൻ വന്ന് വീഡിയോ എടുത്തോണ്ട് എണീറ്റ് വീണ്ടും എൻ്റെ കട്ടിലിൻ്റെ അടിയിലോട്ട് പോവാം. കണ്ട, അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും എണീറ്റ് കഞ്ഞി കുടിക്കാൻ. ഇനിയിപ്പം കഞ്ഞി കുടിച്ചിട്ട് ഇതുവരെയും അലക്കുകാരി ചേച്ചി ഇതുവരെ വന്നില്ല. ഇപ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് വീണ്ടും കയറി കിടക്കാം. ഇത് തന്നെ ഇന്നത്തെ ജോലി. ഇന്നും നാളെയും കൂടെ ഫുൾ ടൈം കിടപ്പ് തന്നെ ആയിരിക്കും. ചെറിയൊരാശ്വാസം ഉണ്ടെന്നുള്ളേ ഉള്ളൂ. ഇങ്ങനെ ദേഹം മൊത്തം നല്ല കുത്തി വേദനയൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ. നല്ല ചൂട് കഞ്ഞിയും അതുപോലെ തന്നെ അവിയൽ, നല്ല ചൂട് കഞ്ഞിയും ഒരിത്തിരി അവിയലും പിന്നെ രാവിലത്തെ നമ്മുടെ സാമ്പാർ. ഈ സാമ്പാറും കൂടെ കൂട്ടി ഒരൊറ്റ ഇത്തിരി സാമ്പാറും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് ഒരൊറ്റ ഇളക്കിളക്കി നല്ലൊരു പിടി പിടിക്കുക. കഞ്ഞിക്ക് പിന്നെ കഞ്ഞി ആയതുകൊണ്ട് വായിക്ക് ടേസ്റ്റ് വ്യത്യാസം രുചി വ്യത്യാസമൊന്നും തോന്നത്തില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. അയ്യോ, എന്തായാലും കഞ്ഞിക്ക് തൈരോട് ഒഴിച്ചെങ്കിലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. പക്ഷേ ഞാൻ തൈര് ഒഴിക്കുന്നില്ല. കാരണം പനിയായണ്ടേ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ കഫം കൂടും. അതുകൊണ്ട് ജസ്റ്റ് സാമ്പാർ മാത്രം ഒഴിച്ചുള്ളൊരു കലാപരിപാടിയാണ് ഞാൻ നോക്കുന്നത്. അടിപൊളി കൊള്ള. അല്ല, ആകെപ്പാടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് എനിക്ക് വായിക്കൊരു രുചിയൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ കഞ്ഞി കുടിച്ചപ്പോഴേ രാവിലത്തെ ഇഡ്ഡലിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ. പക്ഷെ ഇപ്പോൾ വായിക്കൊരു രുചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം. അതിനിടയ്ക്ക് അങ്ങനെ ഞാൻ നോക്കിയപ്പം നമ്മുടെ ബെല്ലക്കുട്ടൻ എനിക്ക് തോന്നുന്നു ചൂച്ചു കഴിക്കാനോ കണ്ടാന്ന് തോന്നുന്നു വെളിയിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഞാൻ എന്തായാലും കഥ അവനൊന്ന് തുറന്നു കൊടുത്തിട്ട് വരാം. ബാ, വരൂ. അയ്യോ ആശാൻ, സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പോഴാണ് പുറത്തോട്ടിറങ്ങുന്നത്. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് വെളിയിലോട്ടൊന്ന് ഇറങ്ങുന്നത്. നല്ല ക്ഷീണമായിരുന്നു. ആശാൻ ഓടിപ്പോയി. അങ്ങനെ ബെല്ലക്കുട്ടനെയൊക്കെ പറഞ്ഞു വിട്ടു. ഇനിയിപ്പം നമുക്ക് വീണ്ടും കഞ്ഞികുടി തുടരാം. കഞ്ഞികുടി മഹാമഹം തുടരാം. ആകെ സത്യം പറഞ്ഞാൽ പനി പിടിച്ചു കഴിഞ്ഞാൽ
എനിക്കിപ്പോൾ വായിക്ക് രുചിയായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ കഞ്ഞി മാത്രമാണ്. വേറെ എന്ത് സാധനം കഴിച്ചാലും ഒരുമാതിരി കയ്പാണ്. ഇത് മാത്രം ഉണ്ട് സുഖമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോന്നേ. അതെ, അങ്ങനെ കഞ്ഞി മൊത്തം കുടിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഏകദേശം ഒരു 1:45, 1:50 എനിക്ക് ഇന്നലത്തേതിലും രാവിലത്തേതിലും ഒക്കെ ഭയങ്കരമായിട്ടൊരു ആശ്വാസമുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഗുളികയും മരുന്നൊക്കെ കഴിച്ചതിൻ്റെ ആയിരിക്കും, നല്ലൊരു ആശ്വാസമുണ്ട്. എങ്കിലും റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൂടും. മരുന്നൊക്കെ കഴിച്ചതിൻ്റെതായിട്ടുള്ള നല്ലൊരു റിലാക്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കൂടെ ശേഖരിച്ച് കുടിക്കാൻ പോവാം. ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ആവി പറക്കുന്നുണ്ട്. ആവി പറക്കുന്ന വെള്ളമാണ്. ചെറു ചൂടോട് ഇതിങ്ങനെ എടുത്തിട്ട് കുറച്ച് നേരം തൊണ്ടയ്ക്ക് ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് അങ്ങ് ഇറക്കണം. അന്നേരം ഒരു പ്രത്യേക ആശ്വാസമാണ്, നല്ല സുഖമുണ്ട്. അയ്യോ, ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് കേട്ടോ. ഈ പനി സത്യം പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. വെച്ചോണ്ടിരിക്കല്ലേ, നല്ല പണി കിട്ടും. ഇതെനിക്കൊരു 3-4 ദിവസമായിട്ട് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആശുപത്രിയിലൊന്നും പോകാതെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് തന്നെത്താനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ മാറത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ പനി നമുക്ക് നല്ല പണി കിട്ടും. ഇങ്ങനെ ഇറക്കാവും. വായിക്കാത്തോട്ട് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് കുറച്ച് നേരം തൊണ്ടയ്ക്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, അങ്ങ് ഇറക്കുക. പിന്നെ ഉപ്പുവെള്ളം ഗർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. ഉപ്പുവെള്ളം ഗർഗിൾ ഞാൻ ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഉപ്പുവെള്ളം ഗർഗിൾ ചെയ്യുകയും ചെയ്തു. അതും നല്ല ആശ്വാസം കിട്ടും. പ്രധാനം ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു മരുന്ന്. ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറേ ആശ്വാസം കിട്ടും. ഇഞ്ചിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ കൂടുതൽ ആശ്വാസം കിട്ടും. നമുക്കിത് കുടിക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. തൊണ്ടയ്ക്ക് ഇത് ഇറങ്ങിപ്പോകുന്നുണ്ടേ ആ ഒരു ആശ്വാസം കിട്ടും. നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നല്ലൊരു റിലാക്സ് കിട്ടും തൊണ്ടയ്ക്കൊക്കെ. എൻ്റെ ശരിക്കും പറഞ്ഞാൽ തൊണ്ട നല്ല പഴുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞു. ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു തൊണ്ടയൊക്കെ നല്ല പഴുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ശരിക്കും പറഞ്ഞാൽ എണീറ്റ് നടക്കാൻ പറ്റുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യമൊക്കെ നല്ല അവസ്ഥയിലായിരുന്നു. നമ്മുടെ ബെല്ലക്കുട്ടൻ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല പരാക്രമത്തിൻ്റെ മൂടി നിൽക്കുക. ഭയങ്കര ചാട്ടം ആശ കിടന്നു. എന്നെ കടിക്കാനുള്ള ശ്രമം. അടി കടിക്കല്ലേ. എന്തിനാ കടിക്കുന്നേ? അവര് ഇത് കടിക്കുന്നതല്ല, കളിക്കുന്ന. അയ്യോ 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 അയ്യോ. അടി അടി കടിക്കല്ലേ. കണ്ടാ കുരുത്തക്കേട് കൂടി ഇങ്ങനെ നിൽക്കുക. മഴയൊക്കെ പെയ്ത് ആഹാരമൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആശാന് മൂടായി. അതിൻ്റെ മൂടിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. ഇപ്പം കളിക്കാനുള്ള മൂടില്ല, കുഞ്ഞല്ലേ. ഓ ഓ ഭയങ്കര പുള്ളിയാണ്, ഭയങ്കര പുള്ളിയാണ്. അങ്ങനെ വേദനിപ്പിച്ചൊന്നും കടിക്കത്തില്ല, ജസ്റ്റ് ഇങ്ങനെ വാഗണ്ട തൊടത്തേ ഉള്ളൂ. കണ്ടാ മതി 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 കടിച്ചത്, കളിച്ചത് മതി. ഓടി. അങ്ങനെ ഊണുമൊക്കെ കഴിഞ്ഞ് ഇത്തിരി ശുദ്ധമായി ശ്വസിക്കാമെന്ന് പറയേണ്ട വെളിയിലോട്ട് ഇറങ്ങിയിരുന്നപ്പോഴാണ് കണ്ടില്ലേ
നല്ല മഴയുണ്ട്. മഴ ഇപ്പോഴും ചാറിക്കൊണ്ടിരിക്കുക, മഴ തോന്നിട്ടില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ബെല്ലക്കുട്ടനും എൻ്റെ കൂടെ ഇറങ്ങി പുറത്ത് ചാടിയിട്ടുണ്ട്. ബെല്ലക്കുട്ടനും ആഹ്ലാദിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ അവന് പ്രത്യേക ഒരു രസമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, ഇന്ന് മഴ നനയുക ആശാൻ. ആശാൻ ഇറങ്ങി അങ്ങ് മഴയത്ത് പോയി. അതിന് പിന്നെ പനിയൊന്നും പിടിക്കത്തില്ലല്ലോ. ഏതോ വണ്ടി വരുന്ന ശബ്ദം കേട്ടോണ്ട് ഗേറ്റിൻ്റെ മുന്നിൽ പോയി നോക്കുക, കണ്ടില്ലേ. ഇതൊക്കെ തന്നെ അവൻ്റെ ജോലി. നമ്മുടെ പൂച്ചയുടെ ഒരു ചെറിയ സൗണ്ടൊക്കെ കേട്ടു. എനിക്ക് തോന്നുന്നു അവൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ അവളെ തിരക്കി അവൻ ഇറങ്ങി ഇങ്ങനെ നടക്കുക. വീടിന് ചുറ്റും ഓട്ടോ ആശാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ അലക്കുകാരി ചേച്ചിയൊക്കെ നോക്കി ഇത്ര നേരം ഇരുന്നു. പക്ഷേ പുള്ളിക്കാരി ഇതുവരെ വന്നില്ല. മണി ഇപ്പോൾ ഏകദേശം 3 മണിയോട് അടുപ്പിച്ചായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവർക്കും ബായ്.